ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് സൺഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്. അതായത് ജൂൺ 22 എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ജൂൺ 22 എനർജി എന്താണ്? താങ്ക് യു. താങ്ക് യു. Nine of Swords എനർജി, 7 of Cups എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം മെയിനായിട്ട് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്താണ്, നിങ്ങൾ എന്താണ് വിശ്വസിച്ച് ഇരിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ എത്രത്തോളം നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കും, നിങ്ങളുടെ മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം. അവിടെ നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻസോടുകൂടി ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ നേരിടുന്നുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ദിവസം വന്നിട്ട്. കാരണം ഈ ഒരു 7 of Cupsൽ ഒത്തിരി സംശയങ്ങളാണ്, ഒത്തിരി കൺഫ്യൂഷൻ്റെ എനർജിയാണ്. സബ് കോൺഷ്യസ് ബ്ലോക്സ് ആയിരിക്കാം കുറച്ച് പേർക്ക്. നിങ്ങളറിയാതെ നിങ്ങളുടെ മൈൻഡിൽ പ്രവർത്തിക്കുന്ന പല പ്രോഗ്രാമിങ്ങും ആയിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സാഡ്നെസ്സിലോട്ട് അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള ഒരു എനർജിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇമോഷണലി ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഫാമിലി, കുടുംബമായിട്ട് ഇമോഷണലി വൈകാരികമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ എനർജീസ് കട്ടായി പോകുന്നുണ്ടാകാം, റേഞ്ച് ഇല്ലാതിരിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ പാർട്ട്ണർ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അത് നിങ്ങൾ ഈ ഒരു സാഡ്നെസ്സിൽ, ഈ ഒരു കൺഫ്യൂഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ സേഫാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ്, സപ്പോർട്ട് നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ നിങ്ങളുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുക, ആവശ്യത്തിന് വിശ്രമം എടുക്കുക, ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ബാക്കിയുള്ള എനർജീസ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ സൺഡേ എനർജി ഇവിടെ വന്നിട്ട് വീലിൻ്റെ എനർജിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ് വന്നേക്കുന്നത്. കാരണം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് വാഹനം അല്ലെങ്കിൽ യാത്രയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ്, ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു യാത്ര, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതൊരു ലൈഫ് ചേഞ്ചിങ് ഇവൻ്റായിട്ട് മാറുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ട്രാവൽ, യാത്രകൾ. കുറച്ച് പേർക്ക് ഇൻ്റർനാഷണൽ ട്രാവൽ ആയിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആയിരിക്കാം. ഇപ്പോൾ വിസ അപ്രൂവ് ആകുക, അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഓക്കെ ആകുക, അങ്ങനത്തെ എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. വേറെ എന്താണ്? താങ്ക് യു. 9 of Cups എനർജി വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ വിശ്വാസം, നിങ്ങളെന്താണ് ബിലീവ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങളുടെ കഴിവുകൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ നിങ്ങൾ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനർജീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്കാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അത് കുറച്ചും കൂടെ ഈസി ആക്കുന്നതാണ് ലൈഫിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഒരു പ്രശ്നത്തിൻ്റെ പൂർണ്ണരൂപം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ആയിരിക്കാം.
എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, താൽക്കാലികമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. അതെന്തുകൊണ്ടിട്ടാണ്, അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്, ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്ലിയർ ആകുന്ന ഒരു ടൈം പീരീഡായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്താണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ? താങ്ക് യു. 2 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെയും നിങ്ങൾ ഓവറായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ആലോചിച്ച് വിഷമിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്ത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് നിർത്തുക, ആ ഒരു എനർജിയിൽ നിന്ന് മാറിയിട്ട് എനിക്കെന്താണ് വേണ്ടത്, എൻ്റെ ഹാപ്പിനെസ് എന്താണ്, സന്തോഷം എന്താണ്, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എൻ്റെ മൈൻഡും എൻ്റെ ഹാർട്ട് സ്പേസും ബാലൻസിൽ വരുന്നത്, എനിക്ക് കുറച്ചും കൂടെ മനസ്സമാധാനമായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നത് എന്ത് ഊർജ്ജമാണ്, എന്ത് കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തതയും കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ്. എന്താണ് എൻ്റെ പ്രയോറിറ്റി, മുൻഗണന, അത് മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുട്ടികളായിരിക്കാം നിങ്ങളുടെ പ്രയോറിറ്റി. അവർക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്വാളിറ്റി ടൈം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതൊരു ഒത്തിരി ഹാപ്പിനെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ആ ഒരു ഫാമിലി ബോണ്ടിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേര് ഇവിടെ നോ പറയുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെടുത്ത ഡിസിഷനിൽ നിന്നിട്ട് മാറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അത് നിങ്ങൾ എസ് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ പിന്നീട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടിട്ട് നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനായിട്ടും കുറച്ച് പേര് ഈ ഒരു ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കട്ടാക്കുന്നുണ്ടാകാം, വേണ്ടെന്ന് വെക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാകാം കറക്റ്റായിട്ടുള്ള എനർജി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഗട്ട് ഫീലിംഗ് നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ വിശ്വസിച്ച് കഴിയുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ്. ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഫൈനലായിട്ടുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ് നോക്കുക. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സൺഡേ ബ്ലെസ്സിങ് എന്താണ്? പൈൽ നമ്പർ 1ൻ്റെ താങ്ക് യു. 2 കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, ബ്യൂട്ടിഫുൾ എനർജി. ബാക്കിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഓഫർ, എന്തെങ്കിലും അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാക്കാം. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ആയിട്ടായിരിക്കാം, ആത്മീയമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് ഹീലിംഗ് ആണ്. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയും വരുന്നുണ്ട്. ബാക്കിൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. റിലേഷൻഷിപ്പിലായിരിക്കാം കുറച്ച് പേർക്ക് ഹീലിംഗ് വരുന്നുണ്ടാകുക ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസിലായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും എനർജീസിലായിരിക്കാം ഒരു ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് വരുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും എഫേർട്ട്, അതിന് ഒരു പൂർത്തീകരണം, ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ഫ്രഷ് സ്റ്റാർട്ടിൻ്റെ എനർജിയാണ് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി സഹായം ലഭിക്കുന്നതാണ്. സ്പിരിച്വലി നിങ്ങളെ ഒത്തിരി പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിർത്തുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. ഒൺലി തിങ് നിങ്ങൾ ബിലീവ് ചെയ്യണം, നിങ്ങൾ വിശ്വസിക്കണം, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ സൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേ എനർജി എന്താണെന്ന്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സൺഡേ എനർജി എന്താണ്? താങ്ക് യു. 5 ഓഫ് വോൺസിൻ്റെ എനർജി, സ്ട്രെങ്ത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബാറ്റിൽസ് അല്ലെങ്കിൽ എനർജീസ് വൈസായിട്ട്, ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ
എന്തെങ്കിലുമൊക്കെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമാധാനത്തോടു കൂടി പേഷ്യൻസോടു കൂടി നിങ്ങൾ ആ ഒരു എനർജിയിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ നന്മ, നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രോങ് ബൗണ്ടറി, കറക്റ്റായിട്ടുള്ള ഒരു അതിർവരമ്പ് നിങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫാമിലി പാറ്റേൺസ് ആയിരിക്കാം, ആൻസിസ്ട്രി, നിങ്ങളുടെ പൂർവികരിൽ നിന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ച എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങളായിരിക്കാം, പാറ്റേൺസ് ആയിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ദിവസം കുറച്ചും കൂടെ ബാലൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, കുറച്ചും കൂടെ പേഷ്യൻസ്, സമാധാനത്തോടു കൂടി ഇരിക്കേണ്ട എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. പ്രത്യേകിച്ചും ഒത്തിരി കമ്മ്യൂണിക്കേഷൻ, ഒത്തിരി ഉപദേശങ്ങൾ, ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് വിട്ട് കളയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ എംബ്രേസ് ചെയ്യാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി പോസിറ്റീവായിട്ട് നിലനിർത്താനായിട്ടും ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. താങ്ക് യു. ബാക്കിയുള്ള എനർജീസ് എന്താണ്? താങ്ക് യു. 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ താൻ ഒറ്റപ്പെട്ടു പോയി, കൂടെ ആരുമില്ല, ആ ഒരു എനർജിയിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട്, ഈശ്വരൻ്റെ ഒരു സംരക്ഷണം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അവിടെ കുറച്ച് പേർക്ക് സഹായം ലഭിക്കുന്നുണ്ടാകാം. ഫ്രണ്ട്ഷിപ്പ് ആ ഒരു എനർജി ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേടി, ഫിയേഴ്സ് കുറച്ച് പേർക്ക് റിലീസ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ കോൺഫിഡൻസിൻ്റെ എനർജി, കുറച്ചും കൂടെ തൻ്റെ ഇടത്തോടു കൂടി, ആത്മധൈര്യത്തോടു കൂടി കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഊർജ്ജത്തിലോട്ട് വരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേരിവിടെ ഒത്തിരി സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ട്രാവൽ, മൂവ്മെൻറ്റ്, ഒരു എന്തെങ്കിലും ചാലഞ്ചിങ് പീരീഡിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട്, പെട്ടെന്ന് ആ ഒരു എനർജിയിൽ ഒരു ഷിഫ്റ്റ്, മാറ്റം കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. ഇവിടെ 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇവിടെ ഒത്തിരി പ്രൊട്ടക്റ്റീവ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അൺനെസസറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ട്, ഡ്രാമ ഏത് രൂപത്തിൽ വേണമെങ്കിലും ആകാം. അവിടെ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈശ്വരനോട് ചോദിക്കുന്നതായിട്ട്, അത് കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേര് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമാകാം. ചിലപ്പോൾ ലവ് റിലേഷൻഷിപ്പിലെ ആ ഒരു ബന്ധം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് വൈസ്, കരിയർ വൈസിൽ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അവിടെ കുറച്ചൊരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ചാലഞ്ചിങ് ടൈം, അവിടെ കുറച്ചൊരു എൻഡിങ് കൊണ്ടുവരാനായിട്ടും അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഇവിടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ പ്രിപ്പയർഡാണ്, ഞാൻ റെഡിയാണ്, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ ഒത്തിരി കൺഫ്യൂഷൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, എന്ത് ചൂസ് ചെയ്യണം, എന്തിനോട് യെസ് പറയണം, അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലിരിക്കുന്നുണ്ടെങ്കിൽ
കുറച്ച് പേർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് വരുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്ലോക്സ് ആയിരിക്കാം, നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എനർജീസ് ആയിരിക്കാം. അപ്പോൾ അതിനെ കുറച്ചും കൂടെ സ്റ്റഡി ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ലൈഫിൽ ഒത്തിരി ബിഗ് ചേഞ്ചസ്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങളുടെ എനർജിയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പ്രയോറിറ്റിയാണ്, മുൻഗണനയാണ്. അവിടെയും കുറച്ചൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജിയായിട്ട് കുറച്ച് പേര് കണക്ട് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വേൾഡിൻ്റെ എനർജിയാണ്. ഒത്തിരി പ്രൗഡ് ഫീൽ ചെയ്യുന്ന എനർജിയാണ്, ഒത്തിരി അഭിമാനം തോന്നുന്ന എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിച്ചിട്ടുണ്ടാകാം. അതിലൊരു സന്തോഷമായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയിലായിരിക്കാം. കുറച്ചൊരു ഹീലിംഗ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസിൻ്റെ എനർജി വരുന്നത്. ഫൈനൽ ബ്ലെസ്സിങ് എന്താണ്? പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി, ടെമ്പറൻസിൻ്റെ എനർജി, ബാലൻസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു ന്യൂ എനർജി അതായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വരുന്നുണ്ടാകാം. ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂണിലും അത് തന്നെയാണ് കാണുന്നത്. എന്തെങ്കിലും സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. ബാക്കിലും 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. സക്സസ്ഫുള്ളി മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. ചാലഞ്ചസ്, എന്ത് പ്രശ്നമായാലും അവിടെ പോസിറ്റീവ് എനർജി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ്, സെലിബ്രേഷൻ, ആഘോഷങ്ങളുടെ എനർജിയും കാണുന്നുണ്ട്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി എക്സ്ചേഞ്ചും കാണുന്നുണ്ട് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ സൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.